നമസ്കാരം, അനിൽകുമാർ Econlabിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. +1 +2 തുല്യത പരീക്ഷ മാർച്ച് മാസത്തിൽ നടക്കുമെന്നാണ് കേൾക്കുന്നത്. അതിൽ എത്രത്തോളം വാസ്തവമുണ്ട്, ശരിയാണോ എന്നതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. +1 +2 പരീക്ഷ തുല്യത എഴുതാൻ പോകുന്ന എല്ലാ പഠിതാക്കളും നമ്മൾ ഈ വീഡിയോ നിർബന്ധമായിട്ടും കാണുക. നമ്മൾ വീഡിയോയ്ക്ക് എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഈ എക്സാമിൻ്റെ കാര്യത്തോടൊപ്പം തന്നെ എക്സാമിന് എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്ന് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. ഓരോ വിഷയവും ഏതെല്ലാം ചാപ്റ്റേഴ്സ് നമ്മൾ പഠിക്കണം, ഏതെല്ലാം ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്, ഒഴിവാക്കപ്പെട്ട ചാപ്റ്റേഴ്സൊക്കെ ഉണ്ട്. ഈ വർഷവും ഒഴിവാക്കിയിട്ടുണ്ട് പല ചാപ്റ്റേഴ്സും. അത് ഓരോ വിഷയത്തിലും ഏതൊക്കെയാണ് എന്നൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ നമ്മൾ ആദ്യം കാണാൻ പോകുന്നത് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. നമുക്കറിയാം, +2കാരെ സംബന്ധിച്ച് അവർക്ക് എല്ലാ കാര്യങ്ങളും അറിയാവുന്നതാണ്. എന്ന് വെച്ചാൽ +1 അവരെ ഏതൊക്കെ വിഷയങ്ങൾ പഠിക്കാനുണ്ട്, ഏതൊക്കെ വിഷയങ്ങൾ എത്ര മാർക്ക് വാങ്ങണം എന്നൊക്കെ അവർക്ക് കൃത്യമായിട്ട് അവർ മനസ്സിലാക്കി വെച്ചവരാണ്. മാർക്ക് വാങ്ങിയവരാണ്. ഡബിൾ പാസോ അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് മാർക്ക് വാങ്ങിയവരൊക്കെയാണ്. എന്തായാലും മിനിമം മാർക്കെങ്കിലും കിട്ടി പാസ്സായവരാണ് ഒരുവിധ ആളുകളൊക്കെ. ഇംഗ്ലീഷിലാണ് ഈ പറഞ്ഞ മിനിമം മാർക്കൊക്കെ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ളതിലൊക്കെ നല്ല മാർക്ക് നേടാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇനിയും വരാൻ പോകുന്ന +2 എക്സാമിൽ അതുപോലെ തന്നെ നല്ല മാർക്കോട് കൂടി തിളങ്ങാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനുവേണ്ടി എല്ലാവരും നന്നായിട്ട് പരിശ്രമിക്കണം. വെറുതെ മാർക്ക് കിട്ടുന്നില്ല. നന്നായിട്ട് പരിശ്രമിക്കുക. നിങ്ങൾ ഇപ്പോൾ തുടങ്ങി വെച്ച ഈ ഒരു ലക്ഷ്യം അല്ലെങ്കിൽ ആ കാര്യം നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ വേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആഗ്രഹങ്ങളിൽ ഒന്നാണല്ലോ ഈ ഒരു +2 പഠനം പൂർത്തിയാക്കുക എന്നുള്ളത്. അതിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. +1കാരെ സംബന്ധിച്ചാണെങ്കിൽ +1കാർക്ക് ഇതിനെ +1 എന്താണെന്നുള്ളതിനെ പറ്റി വലിയൊരു ഗൗരവം അല്ലെങ്കിൽ കാര്യഗൗരവം ഉണ്ടാവില്ല. അതായത് ഏതെങ്കിലും കാലത്ത് അല്ലെങ്കിൽ മുൻപെന്തെങ്കിലും 10ാം ക്ലാസ് പാസ്സായി കുറേ കാലം വേറെ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് പിന്നെ ഇങ്ങനെ തുല്യതാ കോഴ്സ് കൊടുക്കുന്നുണ്ടെന്ന് അറിഞ്ഞ് അതിലേക്ക് വന്നവരായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ 7ാം ക്ലാസ് പാസ്സായിട്ടോ അല്ലെങ്കിൽ 9ാം ക്ലാസ് വരെ പോയിട്ടോ അല്ലെങ്കിൽ 10ാം ക്ലാസ് തോറ്റവരോ ഒക്കെ ആയിട്ടുള്ള ആളുകൾ 10ാം ക്ലാസ് തുല്യതയിൽ വീണ്ടും എഴുതി പാസ്സായി പിന്നെ തുടർച്ചയായിട്ട് അവിടുന്ന് കിട്ടിയ മോട്ടിവേഷൻ്റെ ബലത്തിൽ +1 +2 കൂടെ ഒന്ന് എഴുതി നോക്കാം എന്ന് വിചാരിച്ച് വന്നവരും ആയിരിക്കാം +1 ഇപ്പോൾ ഇരിക്കുന്നവർ. എന്തായാലും നിങ്ങൾ മോശക്കാരൊന്നുമല്ല. നന്നായിട്ട് പഠിക്കാൻ കഴിവുള്ള ആളുകളൊക്കെ തന്നെയാണ്. സമയവും അതുപോലെ തന്നെ സാഹചര്യങ്ങളുമാണ് നമുക്ക് ഒക്കെ ഒരു പ്രതിസന്ധി എന്ന് വേണമെങ്കിൽ പറയാം. അതെല്ലാവർക്കും പ്രയാസം തന്നെയാണ്. ഈ സമയവും അതുപോലെ തന്നെ മറ്റ് സാഹചര്യങ്ങളൊക്കെ എല്ലാവർക്കും എല്ലാ കാര്യത്തിലും വിലങ്ങുതടി തന്നെയാണല്ലോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്കും നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ സാധിക്കട്ടെ. പക്ഷെ നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ പറയുന്നത്. +1 നന്നായാൽ, അതായത് തുടക്കം നന്നായാൽ ഒടുക്കവും നന്നാവും എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ. അപ്പോൾ +1 നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ +2 നിങ്ങൾക്ക് ഹൈ മാർക്കോട് കൂടിയിട്ട് പുറത്തിറങ്ങാൻ സാധിക്കും. അപ്പോൾ +1 ഒരു വിഷയം പാസ്സാവാൻ നമുക്ക് 24 മാർക്കാണ്. 2 വർഷം കൂടെ ഒരു വിഷയം പാസ്സാവാൻ 48 മാർക്ക് മതി. 80ൽ 48 മാർക്ക് +1 തന്നെ വാങ്ങുകയാണെങ്കിൽ ഡബിൾ പാസ് എന്നാണ് നമ്മൾ പറയുക, അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് പഠിച്ചെത്താൻ കഴിയുകയാണെങ്കിൽ തീർച്ചയായും +2 വളരെ സിമ്പിളായിട്ട് പാസ്സായി പോകാൻ കഴിയുമെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ +1 കൃത്യമായിട്ട് ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുകയും എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നുള്ളത് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ നിന്ന് മനസ്സിലാക്കുകയും വേണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ചാനൽ കാണണം. ചാനലിൽ പറയുന്ന ഓരോ ക്ലാസ്സുകളും അതിൽ ഏതൊക്കെയാണ് പഠിക്കാനുള്ളത്, ഏതൊക്കെയാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് കൃത്യമായിട്ട് പറയുമ്പോൾ അത് നമ്മൾ നോട്ട് ചെയ്ത് വെക്കാനും മനസ്സിലാക്കാനും പഠിക്കാനും കഴിയണം. അപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ നിങ്ങൾക്ക് സ്ഥിരമായിട്ട് ക്ലാസ്സിന് പോവുക, ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക. നോട്ട് എഴുതാൻ കഴിയുന്നില്ലെങ്കിൽ, അതിന് സ്വന്തമായിട്ട് നോട്ട് എഴുതിയെടുക്കാനാണ് പറയുന്നതെങ്കിൽ എല്ലാ വിഷയങ്ങൾക്കും നോട്ട് നമ്മുടെ ചാനൽ വഴി നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങളുടെ വീടുകളിൽ എത്തും. അത് കൊറിയർ വഴിയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതിന് എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെ പലർക്കും അറിയാം. നിങ്ങളിൽ പലരും ബുക്കൊക്കെ വാങ്ങിയവരാണ്. ഇനി വാങ്ങാത്തവർ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഉണ്ട്. ആ നമ്പറിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. +1 ബുക്ക് വേണം അല്ലെങ്കിൽ +2 ബുക്ക് വേണം, അത് ഏത് വിഷയമാണെന്നും കൂടെ പറയുകയാണെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള രീതികൾ ചെയ്യാൻ കഴിയുന്നതാണ്. നിങ്ങളുടെ വീടുകളിലേക്ക് അത് എത്തിക്കാൻ ഉള്ള ശ്രമം നടത്താൻ കഴിയും. ഓക്കെ. അപ്പോൾ ഈ വർഷം +1 ഓരോ വിഷയത്തിലും പഠിക്കേണ്ടതും പഠിക്കേണ്ടതല്ലാത്തതുമായിട്ടുള്ള ചാപ്റ്റേഴ്സ് ഉണ്ട്.
പഠിക്കേണ്ടതല്ലാത്തത് ഓരോരോ വിഷയങ്ങളിൽ, ഇപ്പോൾ പ്രത്യേകിച്ച് ഇംഗ്ലീഷിൽ ഒന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ മലയാളം ഡിലീറ്റ് ചെയ്യാത്തതാണ്. പിന്നെ പൊളിറ്റിക്കൽ സയൻസിൽ ഒരു ചാപ്റ്റർ മറ്റോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതാണെന്ന് ഞാൻ അതിൻ്റെ പ്രത്യേകമായിട്ടുള്ള വീഡിയോ ചെയ്യുമ്പോൾ പറയാം. അതുപോലെ തന്നെ സോഷ്യോളജിയിലൊന്നും ഡിലീറ്റ് ചെയ്തിട്ടില്ല. എക്കണോമിക്സിലാണെങ്കിൽ 2 ചാപ്റ്റേഴ്സ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കിടപ്പ് വരുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ഓരോ വിഷയവും ഓരോ ചാപ്റ്ററിലും എന്തൊക്കെ പഠിക്കണം എന്നതിനെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് വീഡിയോ കൊണ്ടുവരും. അപ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ നോട്ട് വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ നോട്ട് കൂടെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ പറയുന്ന ചോദ്യങ്ങൾ ആ നോട്ട് ബുക്കിൽ നോക്കിയിട്ട് അടയാളപ്പെടുത്തി അത് മാത്രം പഠിച്ചങ്ങോട്ട് ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഉഷാറായിട്ട് നിങ്ങൾക്ക് മാർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നതാണ്. ഇത് 2 വർഷവും ഫോളോ ചെയ്താൽ കൃത്യമായിട്ട് നല്ലൊരു സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ ഒതുക്കുക. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ മാക്സിമം പരിശ്രമിക്കുക. അപ്പോൾ എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം എന്നതിനെ സംബന്ധിച്ച് നമ്മൾ ഓരോ വിഷയത്തിൻ്റെയും ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള വീഡിയോ ഈ വീഡിയോയ്ക്ക് ശേഷം നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇതിനു മുമ്പ് നമ്മൾ ഇക്കണോമിക്സ് +1 +2 എക്കണോമിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും അത് തുല്യതക്കാർക്ക് കൂടി ഉപകാരപ്പെടുന്നതാണ്. മുൻപ് ചെയ്തു വെച്ച വീഡിയോ ആണ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ എല്ലാവരും അതൊന്നും എടുത്ത് കാണാൻ ശ്രമം നടത്തുക. ഇക്കണോമിക്സിൻ്റെ ആ വിഷയം എന്തൊക്കെ പഠിക്കണം പഠിക്കേണ്ട എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മറ്റുള്ള വിഷയങ്ങളും ഇതുപോലെ ചെയ്യുന്നതായിരിക്കും. ഇനി രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞത് പരീക്ഷ എന്ന് നടക്കും എന്നുള്ളതാണ്. പരീക്ഷ മാർച്ചിൽ നടക്കുമെന്നാണ് പലരും പറയുന്നത്. മാർച്ചിൽ നടക്കില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നതാണ്, കൃത്യമായിട്ട് തോന്നലല്ല, കൃത്യമായിട്ട് പറയാം, മാർച്ചിൽ എന്തായാലും തുല്യതാ പരീക്ഷ ഉണ്ടാവില്ല. എന്താ കാരണം? മാർച്ചിൽ 10ാം ക്ലാസ്സിൻ്റെയും +1 +2 റെഗുലർ സ്റ്റുഡൻസിൻ്റെ ഒക്കെ പരീക്ഷ നടക്കുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഓൾറെഡി ടൈം ടേബിൾ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ ആ ടൈം ടേബിൾ പ്രകാരം മാർച്ച് മാസത്തിൽ പരീക്ഷ സ്കൂളുകൾ നടക്കും. അപ്പോൾ പിന്നെ നിങ്ങളുടെ പരീക്ഷ നടക്കാൻ അവിടെ സമയം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അവിടെ എന്താ പറയുക, ഡേയ്സ് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പരീക്ഷ തീർച്ചയായിട്ടും മെയ് മാസത്തിലേക്ക് നീളും. ഓക്കെ, ഏപ്രിൽ എന്തായാലും ഉണ്ടാവില്ല, മെയ് മാസത്തിലാവും പരീക്ഷ നടക്കുക, വെക്കേഷനിലാവും പരീക്ഷ നടക്കുക. പിന്നെ മെയ് മാസത്തിൽ നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ജൂണിലോ ജൂലൈയിലോ ഒന്നും നടക്കാൻ പറ്റില്ല. അപ്പോൾ പുതിയ ബാച്ചിൻ്റെ സ്കൂളിൽ പുതിയ കുട്ടികളുടെ അഡ്മിഷൻ നടക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയങ്ങൾ ഒരിക്കലും നിങ്ങൾക്ക് പരീക്ഷ ഉണ്ടാവില്ല. പിന്നെ പരീക്ഷ നടത്താൻ പറ്റുന്നത് ഓഗസ്റ്റിലൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തുകൊണ്ടും അങ്ങോട്ട് പോകുമ്പോൾ പിന്നെ ഓഗസ്റ്റ് സെപ്റ്റംബർ സ്കൂളിൽ വീണ്ടും കുട്ടികളുടെ 1ാം പാദവാർഷിക പരീക്ഷയൊക്കെ വരുന്നതാണ്. അപ്പോൾ അങ്ങോട്ടൊന്നും ഒരിക്കലും നിങ്ങളുടെ എക്സാം കൊണ്ടുപോവില്ല. മെയ് മാസം അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. മെയ് മാസത്തിൽ എന്തായാലും നിങ്ങളുടെ പരീക്ഷ ഉണ്ടാകും. ഓക്കെ, +1 +2 തുല്യതക്കാരുടെ പരീക്ഷ മെയ് മാസത്തിൽ തന്നെയാണ് നടക്കുക. അപ്പോൾ അതിനു വേണ്ടി ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. പഠിക്കാനുള്ള മെറ്റീരിയൽ ഞാൻ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ കൊടുത്തിട്ടുള്ള മെറ്റീരിയൽ വെച്ചിട്ടാണ് നിങ്ങളുടെ മുൻകാലങ്ങളിൽ പഠിച്ചു പോയവരൊക്കെ പഠിച്ചിട്ടുള്ളത്. അത് നല്ല മാർക്ക് അവർക്ക് ഉണ്ടാക്കാനും സാധിച്ചിട്ടുണ്ട്. അവരുടെ കമൻസുകളൊക്കെ നമ്മുടെ ചാനലിൽ ഓരോ വീഡിയോയുടെയും താഴെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതൊന്നും ഞാനായിട്ട് എഴുതി പിടിപ്പിച്ചതല്ല, ഒക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്, നമ്മുടെ പ്രിയപ്പെട്ട സബ്സ്ക്രൈബേഴ്സ് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പാരിതോഷികങ്ങളാണ്. എനിക്ക് കിട്ടാനുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല പാരിതോഷികങ്ങളാണ് അതൊക്കെ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ മനസ്സിലാക്കുക, അതിനനുസരിച്ച് നിങ്ങൾ മൂവ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ 2 കാര്യങ്ങളെ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിലേക്ക് ഈ ഒരു വീഡിയോയിലൂടെ എത്തിക്കാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എല്ലാവരും, വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ആദ്യമായി കാണുന്നവർ ഞാൻ വീണ്ടും പറയുകയാണ്, എന്നും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ല് കൂടി അമർത്തുകയാണെങ്കിൽ 3 ബെല്ല് അവിടെ ഓപ്പൺ ആകും. അതിന് ഏറ്റവും മുകളിലുള്ള ബെല്ല് ഓൾ എന്ന ബെല്ല് അമർത്തുകയാണെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. പിന്നെ ഇതൊന്നും അറിയാതെ പോകുന്നതൊന്നും, എങ്ങനെയാണ് യൂട്യൂബ് ഓപ്പൺ ആക്കുക, എങ്ങനെ ചാനൽ തുറക്കുക എന്നൊന്നും അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവരിലേക്കൊക്കെ മാക്സിമം നമ്മുടെ ചാനലൊന്ന് എത്തിച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വീണ്ടും പുതിയ ടോപ്പിക്കുമായി പുതിയ വീഡിയോയിൽ കാണാം. വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.